നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ദിനവും അതെപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാകുന്നു. ജ്യോതിഷത്തിൽ സൂര്യനെ അവലംബിച്ചാണ് എല്ലാ ഗ്രഹങ്ങളെയും നിലനിൽപ്പ്. സൂര്യനാണ് ആത്മപ്രഭാവകാരകൻ. ഈ സൂര്യൻ ദുർബലമായ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 1201 ചിങ്ങമാസം 1-ാം തീയതി, അതായത് 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞായറാഴ്ച കാലത്ത് 1:45 സൂര്യൻ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. സൂര്യൻ്റെ മൂലക്ഷേത്രമാകുന്നു ചിങ്ങൻ രാശി. സൂര്യന് 45 ഡിഗ്രി ബലം സിംഹൻ രാശിയിലെ ആദ്യത്തെ 20 ദിവസക്കാലം ലഭിക്കുന്നു. സൂര്യൻ്റെ ഉച്ചക്ഷേത്രം നിങ്ങൾക്കറിയാം, മേടൻ രാശിയാകുന്നു. മേടം 10 ഉദയം അത്യുച്ഛം, അതുവരെ സൂര്യൻ വളരെ ബലവാനാണ്. അപ്രകാരം തന്നെ സൂര്യന് 45 ഡിഗ്രി ബലം, മൂലക്ഷേത്ര ബലം ചിങ്ങം രാശിയിൽ ചിങ്ങം 20 വരെയുള്ള ദിനങ്ങളിൽ ലഭിക്കുന്നു. ഇത് വളരെയധികം ഒരു വ്യക്തിയുടെ പ്രഭാവത്തിനും കഴിവുകൾക്കുമൊക്കെ അംഗീകാരം കിട്ടി ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് ഈ ചിങ്ങമാസം. പ്രത്യേകിച്ച് ചിങ്ങമാസം 20 വരെയുള്ള മൂലക്ഷേത്ര ദിനങ്ങൾ. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എപ്രകാരം ഈ സൂര്യൻ മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയം. മകം പൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു സൂര്യൻ എന്നൊരു പ്രത്യേകതയുണ്ട്. സ്വമന്ദിരഗതേ ഗ്രഹേ പ്രഭുപരിഗ്രഹാത് ആയതീം പ്രഭുത്വം. ഇവിടെ പ്രഭുത്വം ഉണ്ടാകുന്നു, തനിക്ക് മേധാവിത്വം ഉണ്ടാകുന്നു. തൻ്റെ ആത്മപ്രഭാവം പ്രകടിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് ചിങ്ങൻ രാശിക്കാർ. പ്രഭുപരിഗ്രഹാത് ആയതീം, തൻ്റെ യജമാനിലൂടെ തനിക്ക് വരവ് വരും. ഒരു മാസം ധാരാളമാണ്. ബുധനൊക്കെ ഏത് സമയത്തും ഫലം ചെയ്യും. ഈ സൂര്യൻ എന്ത് വന്നാലും തൻ്റെ കർമ്മമേഖല, തൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളിലൊക്കെ തന്നെ തൻ്റെ മേലധികാരികളിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ യജമാനിൽ നിന്നും തനിക്ക് ധാരാളം ആനുകൂല്യ സ്ഥിതി വരും. ആ ആനുകൂല്യം പോസിറ്റീവായി കൺസ്ട്രക്റ്റീവായി ചെയ്യുവാൻ ഏറ്റവും നല്ല സമയമാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതിനാൽ തൻ്റെ പ്രഭാവം ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതിലൂടെ തനിക്ക് കരുത്ത് ലഭിക്കുക, ധനപരമായ വിഭവങ്ങൾ ഉണ്ടാകട്ടെ, അത് ഏറ്റവും അനുകൂലമാണ് ഇവിടെ സൂര്യൻ. നവം ഭവനം, തനിക്ക് പുത്തൻ വീടുണ്ടാകാം, ഭൂമി വാങ്ങാം. ഉർവരാക്ഷിതിമുപൈതി, ഫലഭൂയിഷ്ടമായ ഭൂമി തനിക്ക് ലഭിക്കുമെന്നാണ്. അതിനാൽ ഭൂമി ലാഭമുണ്ടാകാം, ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചിന്തിക്കാം, ഭൂമി വാങ്ങാം, പൂർവികമായ സ്വത്ത് തനിക്ക് കിട്ടുവാനുള്ള അനുകൂലമായ സമയവും കൂടി ഈ സമയത്ത് സംജാതമാകും. അതിനുവേണ്ടി ഉത്സാഹിച്ചാൽ മാത്രം മതി. ജനേ ബഹുമതിയും പുനഃ സകല നഷ്ട വസ്തുന്യപി, ജനങ്ങൾ തന്നെ ബഹുമാനിക്കും, തനിക്കൊരു പ്രാധാന്യം വരും സമൂഹത്തിലും തൻ്റെ കുടുംബത്തിലും ഒക്കെ തന്നെ. പുനഃ സകല നഷ്ട വസ്തുന്യപി, പലപ്പോഴും തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന വസ്തുക്കളൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ചു വരുന്ന സമയമാണ്. ഫാമിലി ലൈഫിൽ മാനസിക പ്രയാസങ്ങളില്ലാതെ നോക്കണം. കാരണം ചമത്കാരിക ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: തനുസ്തോരവിസ് തുങ്കയഷ്ടിം വിധത്തെ. ലഗ്നത്തിൽ നിൽക്കുന്ന, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന സൂര്യൻ, ചിങ്ങരാശിയിൽ നിൽക്കുന്ന സൂര്യൻ തുങ്കയഷ്ടിം വിധത്തെ, വലിയൊരു വടി പോലെ ആചരിക്കും. അതിനാൽ ഒരു വടി തൻ്റെ കൈമേൽ കിട്ടും, അധികാരത്തെ സൂചിപ്പിക്കുന്നു വടി. ഈ സൂര്യൻ ദുർബലമാണെങ്കിലോ, അസ്ഥികാരകനായ സൂര്യൻ വളരെയധികം ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയാൽ വടി കുത്തി നടക്കേണ്ടി വരുമെന്ന അർത്ഥവും നമുക്കെടുക്കാം. ഇവിടെ ആത്മപ്രഭാവം വർദ്ധിപ്പിക്കുന്നു, തനിക്കൊരു വലിയ വടി തൻ്റെ കൈവശം ഉണ്ടാകുന്നു, അധികാരം തനിക്ക് ലഭിക്കുന്നു എന്നർത്ഥം. മനസ്സന്തമേ ധാരതായാത വർഗാൽ, തൻ്റെ മനസ്സ് ഭാര്യയെയും ബന്ധുക്കളെയും ചിന്തിച്ചിട്ട് വളരെയധികം ദുഃഖിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് കാരണം എന്താണ്? ചിങ്ങം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ നോക്കുന്നത് 7-ാം ഭാവത്തിലേക്കാണ്. 7-ാം ഭാവം എന്താണ്? ദാമ്പത്യമാണ്, ഭാര്യയാണ്. അതിനാൽ ഭാര്യ ബന്ധുക്കളെ കൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടുകൾ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. കാരണം സൂര്യൻ ബലവാനാണ്, ആത്മപ്രഭാവകാരകനായ സൂര്യൻ ബലവാനാണ്. തനിക്ക് നേരെ ശത്രുക്കൾ അടുക്കുകയല്ലേ ചെയ്യുക, താൻ അങ്ങോട്ടേക്ക് കയറി അറ്റാക്ക് ചെയ്യേണ്ട സമയമാണ്. അതിനാൽ മിണ്ടരുതെന്ന് പറഞ്ഞാൽ അവിടെ ഭാര്യയും അല്ലെങ്കിൽ ബന്ധുക്കളും അവിടെ മിണ്ടാതെ നിൽക്കേണ്ടുന്ന അവസ്ഥ സംജാതമാകും. ഒരു അധൈര്യത്തിൻ്റെ ആവശ്യമില്ല.
ചിങ്ങൻ രാശിയിൽ സൂര്യൻ പ്രത്യേകിച്ച് ചിങ്ങം 20 വരെ നിൽക്കുമ്പോൾ വപുപീഡ്യതേ വാദവിത്യേന നിത്യം, വാദവും പിത്തവും കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സവൈ പര്യടൻ, അദ്ദേഹം ധാരാളം യാത്ര ചെയ്യും. ഹ്രാസവൃദ്ധി പ്രയാതെ, ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും അഭിമുഖീകരിക്കും. പക്ഷേ ഇവിടെ സൂര്യൻ ബലവാനാണ്. അതിനാൽ തന്നെ പല കാര്യങ്ങൾക്കും തൻ്റെ ആത്മപ്രഭാവം ഉപയോഗിച്ച് മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു കരുത്ത്, അദമ്യമായ പവർ, ശക്തി, അത് ബൗദ്ധിക തലത്തിലായാൽ പ്രത്യേകിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുവാൻ ഈ സൂര്യൻ സഹായിക്കും. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർ ശോഭനമായ നല്ലൊരു മാസകാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.